സത്യം നിങ്ങളെ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇന്ന് വചനത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാനായിട്ട് ഒരു വചനവാക്യം നമുക്കൊന്ന് വായിക്കാം. നമ്മൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33 ഇങ്ങനെ വായിക്കുന്നുണ്ട്. മുമ്പേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതാത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഈ വചനം നമ്മൾ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വചനമാണ്. വിശ്വാസികളുടെ ഇടയിൽ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വചനമാണ്. ഇവിടെ യേശു പറയുന്ന മുന്നേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പീൻ. ആരുടെ രാജ്യം? ദൈവരാജ്യവും, ദൈവത്തിൻ്റെ രാജ്യവും ആ രാജ്യത്തിൻ്റെ നീതിയും അന്വേഷിപ്പീൻ. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയുണ്ടായിരുന്നു, നമ്മളെ ദൈവം ആക്കി വച്ചിരിക്കുന്നത് എവിടെ? സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്ത്. കൊലോസ്യർ 1:13 നമ്മൾ വായിച്ചു. നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാണ്. അപ്പോൾ ആ രാജ്യവും ആ രാജ്യത്തിൻ്റെ നീതിയും അന്വേഷിപ്പാനാണ് ഇവിടെ യേശു പറയുന്നത്. ഇത് യേശു പറയുന്നതാണ്, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. യേശു പറയണം, മുന്നേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പീൻ. ആരുടെ രാജ്യം? ദൈവത്തിൻ്റെ രാജ്യവും ആ രാജ്യത്തിൻ്റെ നീതിയും അന്വേഷിപ്പീൻ. എന്നാൽ എന്ത് കിട്ടും? അതോടുകൂടി ഇവയൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഏവൊക്കെ കിട്ടും? നമുക്ക് ഈ ഭൂമിയിൽ ആവശ്യമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള സകല അനുഗ്രഹങ്ങളും സകല ഉയർച്ചകളും സകല വിടുതലുകളും നമുക്ക് കിട്ടും. നമ്മളതിനായിട്ട് ആകുലപ്പെടേണ്ട. അതാണ് ആ താഴത്ത് നമ്മൾ വായിച്ചത്. നമ്മൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മൾ നാളേക്കായി വിചാരപ്പെടേണ്ട കാര്യമില്ല. നാളത്തെ ദിവസം നമുക്കായി വിചാരപ്പെടുമെന്നാണ് ഇവിടെ യേശു പറയുന്നത്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം സൃഷ്ടിച്ചതാണ് ഈ മുഴു ലോകവുമെങ്കിൽ നാളെ ആ ലോകം, ആ നാളത്തെ ദിവസം നമുക്കായി വിചാരപ്പെടും. കാരണം ദൈവത്തിൻ്റെ മക്കളായ നമ്മളാണ് ഏറ്റവും വലുത്. ഈ ലോകത്തിൽ ഏറ്റവും വലുത് ദൈവത്തിൻ്റെ മക്കളായ നമ്മളാണ്. അതുകൊണ്ടിട്ട് നാളത്തെ ദിവസം പോലും നമുക്ക് വേണ്ടി വിചാരപ്പെടുന്നു. നമുക്ക് വേണ്ടുന്നതെല്ലാം നാളത്തെ ദിവസം നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന. കാരണം ദൈവത്തിന് നമ്മൾ അത്രയും പ്രിയരാണ്. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ദൈവം സൃഷ്ടിച്ച ഈ ലോകം ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് വേണ്ടി നാളെ നമുക്കെന്ത് വേണമോ അത് ഈ ദിവസം നമുക്ക് വേണ്ടി ഒരുക്കി വെക്കുമെന്നാണ് അവിടെ യേശു പറഞ്ഞത്. അത്രയും പ്രിയപ്പെട്ടവരാണ് ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും. അത്രയും കരുതലുണ്ട് ദൈവത്തിന് നമ്മളെക്കുറിച്ച്. പക്ഷേ ഇവിടെ യേശു പറയുകയാണ്, മുന്നേ നിങ്ങൾ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പീൻ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ വചനം തെറ്റിദ്ധരിക്കപ്പെട്ട വചനമാണെന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായിരുന്നു. ഈ വചനം വായിച്ചിട്ട് മിക്കവാറും ദേവദാസന്മാരും എല്ലാവരും മിക്കവാറും ഞാൻ പ്രസംഗിച്ച് കേട്ടിട്ടുള്ളത്, നമ്മൾ സുവിശേഷം ലോകത്തെ അറിയിക്കുക, മറ്റുള്ളവരോട് പറയുക. സുവിശേഷം അറിയിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഈ പറഞ്ഞ പ്രകാരമുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട് ഞാൻ. ഇവിടെ യേശു പറഞ്ഞു, നിങ്ങൾ സുവിശേഷം അറിയിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. സുവിശേഷം അറിയിച്ചെന്നാൽ ഇവയൊക്കെ കിട്ടുമെന്നല്ലാതല്ല യേശു ഇവിടെ പറഞ്ഞത്. യേശു പറഞ്ഞത് മുന്നേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും, അതായത് ദൈവരാജ്യം. നമ്മൾ കൃപയാൽ നമ്മളായിരിക്കുന്നത് ഇരുട്ടിൻ്റെ അധികാരത്തിന് വിടുവിക്കപ്പെട്ടു സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാണ്, ദൈവരാജ്യത്തിലാണ്. അപ്പോൾ ദൈവരാജ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളിനി ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ നീതി അന്വേഷിക്കണം. നീതി എന്ന് വെച്ചാൽ എന്താ? ദൈവം നമ്മളാക്കി വച്ചിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥകൾ, നീതി വ്യവസ്ഥകൾ, വചനം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ഇഷ്ടം, അത് ചെയ്യുന്നവരായി മാറണം. നമ്മളിവിടെ ആയിരിക്കുന്നത് നമ്മളെ രാജ്യത്ത്, ഇപ്പോൾ ഇന്ത്യയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്കിവിടെ ഒരു ഭരണഘടനയുണ്ട്, അല്ലേ? ഒരു ഭരണഘടനയുണ്ട്. അതാണ് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ നീതി. അതനുസരിച്ചാണ് നമ്മളെ ഇവിടെ കോടതികളിൽ ശിക്ഷ വിധിക്കുന്നതും നീതി നടപ്പാക്കുന്നതെല്ലാം ആ ഭരണഘടനയുടെ അതിലെഴുതപ്പെട്ട ഭരണഘടന അനുസരിച്ചാണ്. ഒരു ഇന്ന കുറ്റം ചെയ്താൽ ഇന്ന ശിക്ഷ എന്നുള്ളതൊക്കെ നമ്മുടെ നീതിന്യായ കോടതികളിൽ നമ്മുടെ ജഡ്ജിമാർ വിധിക്കുന്നത് ഈ ഭരണഘടന അത് പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന നീതിപ്രകാരമാണ്. ഇത് തന്നെയാണ് ഇവിടെ യേശു ഉദ്ദേശിക്കുന്നത്. നമ്മൾ ദൈവരാജ്യത്തിലാക്കി വച്ചിരിക്കുന്നുവെങ്കിൽ ആ രാജ്യത്തിനൊരു നീതിയുണ്ട്.
വ്യവസ്ഥയുണ്ട്. അത് നിങ്ങൾ അന്വേഷിപ്പാനാണ് പറഞ്ഞത്. അത് അന്വേഷിച്ച് നമ്മൾ നടന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ കരുതലുകളും എല്ലാ വിടുതലുകളും ദൈവം തക്ക സമയത്ത് നമുക്ക് നൽകിയിരിക്കും. അപ്പോൾ ഈ നമ്മൾ രക്ഷിക്കപ്പെട്ടത് നമ്മുടെ ആത്മാവാണ്, അല്ലേ? ആത്മാവാണ് നമ്മളെ പാപമോചിക്കപ്പെട്ട് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. നമ്മുടെ ആത്മാവാണ്. നമ്മുടെ ജഡം എവിടെ നിൽക്കുന്നത്? ഈ ലോകത്തിലാണ്. അപ്പോൾ ഈ ലോകത്തിൽ നിൽക്കുന്ന നമ്മുടെ ജഡം ഇനി ജീവിക്കേണ്ടത് ജഡത്തിൻ്റെ ഇച്ഛകൾക്കോ ലോകത്തിൻ്റെതായ താല്പര്യങ്ങൾക്കോ ലോകത്തിൻ്റെതായ മോഹങ്ങൾക്കോ അടിമപ്പെട്ടല്ല. നമ്മുടെ രക്ഷിക്കപ്പെട്ട നമ്മുടെ ആത്മാവിനെ അനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് ദൈവഹിതപ്രകാരം ജീവിക്കേണ്ടവരാണ് നമ്മൾ. ഈ തിരിച്ചറിവാണ് നമുക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ടത്. അതുമാണ് യേശു പറഞ്ഞത്, മുന്നേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പീൻ. അപ്പോൾ രക്ഷിക്കപ്പെട്ട ആത്മാവ് രക്ഷിക്കപ്പെട്ട് നമ്മളിപ്പോൾ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാണ്. ആത്മാവ് സംബന്ധിച്ച് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ, അല്ലേ? ഫിലിപ്പിയർ 3:20 നമ്മൾ വായിക്കുന്നു. അപ്പോൾ സ്വർഗീയ പൗരത്വമുള്ളവരായ നമ്മൾ ആ സ്വർഗത്തിൻ്റെ നീതിക്കൊത്തവണ്ണം ജീവിക്കണം, ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥകൾക്കൊത്തവണ്ണം ജീവിക്കണം. അതന്വേഷിക്കുവാനാണ് ഇവിടെ യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് മുന്നേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പിൻ. ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിപ്പിൻ. അതോടുകൂടി നിങ്ങൾക്ക് ആവശ്യമായ ഭൗതികമായ സകലതും നിങ്ങൾക്ക് ദൈവം തരും. നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ അറിയുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കെങ്ങനെ ഈ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ നീതിയെ തിരിച്ചറിയാൻ കഴിയും? ആ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ നീതിയാണ് ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ. ക്രിസ്തുവിൻ്റെ ഈ 3.5 വർഷത്തെ ഈ ഭൂമിയിലെ ശുശ്രൂഷ കാലയളവിൽ ക്രിസ്തു പ്രസംഗിച്ചത് മുഴുവൻ ദൈവരാജ്യമാണ്. ദൈവരാജ്യം, അതായത് ദൈവരാജ്യം തന്നാൽ സ്ഥാപിക്കപ്പെടാൻ പോകുന്ന ആ രാജ്യത്തിൽ എങ്ങനെ നമ്മൾ ജീവിക്കണം, ആ രാജ്യത്തിൻ്റെ നീതി എന്താണ്, നീതി വ്യവസ്ഥ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ക്രിസ്തു പ്രസംഗിച്ച പ്രസംഗങ്ങൾ. അതുകൊണ്ടിട്ടാണ് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞത്, ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകാനാണ്? നിത്യജീവൻ്റെ മൊഴി നിന്നിലല്ലോ. കണ്ടാ? ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉപദേശം, അതുപോലെ തന്നെ പഴയ നിയമ ന്യായപ്രമാണം ഉൾപ്പെടെ ഉള്ളതെല്ലാം ദൈവഹിതമാണ്, ദൈവത്തിൻ്റെ നീതിയാണ്. ഒരു മനുഷ്യൻ ദൈവഹിതപ്രകാരം എങ്ങനെ ജീവിക്കണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്, അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ന്യായപ്രമാണത്തിലൂടെയും ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന എല്ലാ ദൈവവചനവും അത് ദൈവരാജ്യത്തിൻ്റെ നീതിയാണ്. അതറിയണം, അതനുസരിച്ച് ജീവിക്കണം എന്നാണ് ഇവിടെ യേശു പറയുന്നത്. എങ്കിൽ നിങ്ങൾക്ക് ഇവയൊക്കെയും നിങ്ങൾക്ക് ചേർപ്പിക്കപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. എന്ന് വെച്ചെന്നാൽ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. രക്ഷിക്കപ്പെട്ട നമ്മുടെ ആത്മാവ് ദൈവരാജ്യത്തിലാണെങ്കിൽ ആ ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങളിൽ ജീവിക്കണം. ഇനി നമ്മൾ ജഡത്തെ അല്ല, ആത്മാവിനെ എത്ര അനുസരിച്ച് നടക്കണം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അതാണ് ഇവിടെ യേശു ഈ വചനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ നമ്മൾ നടക്കുവാൻ സമർപ്പിക്കപ്പെട്ടാൽ ഈ ഭൂമിയിൽ ആവശ്യമായിട്ടുള്ള സകല നന്മകളും വിടുതലുകളും കരുതലും ഉയർച്ചകളും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ടിട്ടാണ് നമ്മൾ റോമാലേഖനം 8 നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിച്ചവരായി നിങ്ങൾ മാറും. ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിച്ചുവെങ്കിലോ ന്യായപ്രമാണപ്രകാരം അനുസരിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞ എല്ലാ നന്മകളും എല്ലാ ഉയർച്ചകളും എല്ലാ വിടുതലുകളും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പലപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ വന്നിട്ടും നമ്മൾ ഭൗതികമായിട്ട് അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ കാരണം നമ്മൾ ഈ ദൈവരാജ്യത്തിൻ്റെ നീതി അന്വേഷിക്കുന്നില്ല, അതിൽ നടക്കുന്നില്ല. അവിടെയാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ തടസ്സമായി വരുന്നത്. അനുഗ്രഹങ്ങൾ ലഭിക്കാതെ പോകുന്നത് അവിടെയാണ്. അതിനായി നമ്മുടെ സഭകളിൽ ശുശ്രൂഷിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ ശുശ്രൂഷയാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് സഭയുടെ അടിസ്ഥാന ഉപദേശം. അത് ഉപദേശിക്കണമെന്നാണ് ശിഷ്യന്മാരോട് യേശു കർത്താവ് പറഞ്ഞത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 28 അവസാനം പറയുന്നത്,
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും. കണ്ട, ക്രിസ്തു ഉപദേശിച്ച ഉപദേശങ്ങൾ ഉപദേശിക്കാനാണ് അപ്പോസ്തലന്മാരോട് യേശു കർത്താവ് പറഞ്ഞത്. ഈ ഉപദേശമാണ് സഭയുടെ അടിസ്ഥാന ഉപദേശം. ഈ ഉപദേശമാണ് ദൈവരാജ്യത്തിൻ്റെ നീതിയിലേക്ക് നമ്മളെ നടക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്. അങ്ങനെ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ നീതി നടന്നാൽ നമുക്ക് ഈ ഭൂമിയിൽ ആവശ്യമായ സകലമാന അനുഗ്രഹങ്ങളും നമ്മളുടെ പുറകെ വരും. നമ്മളതിൻ്റെ പുറകെ പോകണ്ട. ദൈവം നിങ്ങളെല്ലാവരെയും ഇന്ന് കേട്ട ഈ വചന വെളിപ്പാടുകളാൽ സ്വതന്ത്രമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.